എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ കുറേ കഫേകളും ഷോപ്പുകളും ഈ സിറ്റി തന്നെ ഉണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും അവർ സഹകരിക്കും. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം അത് നമ്മൾ ഗോപി സുന്ദറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കും. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അല്ല, പുള്ളി അടിപൊളിയാണ് കേട്ടോ. ഇല്ലടോ, ഫസ്റ്റ് പടമല്ലേ, താൻ റിസ്ക് എടുക്കണ്ട. ടെക്നിക്കൽ സൈഡിലെല്ലാം നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവരണം. അത് ശരിയാണ്. നിതിൻ തോമസിന് ഇപ്പോൾ നല്ല ഫാൻസാണ്. പിന്നെ എൻ്റെ കയ്യിൽ പോസ്റ്റേഴ്സിനും ടീസേഴ്സിനൊക്കെ പറ്റി നല്ല ഐഡിയാസ് ഉണ്ട്. CDIG, നമ്മളൊരിക്കലും മറ്റൊരാളുടെ മേലെ ആവരുത് നമ്മുടെ സ്വപ്നങ്ങൾ താങ്ങി നിർത്തേണ്ടത്. ഈ നിതിൻ തോമസിൻ്റെ ലാസ്റ്റ് 3 പടങ്ങളും ഫ്ലോപ്പ് അല്ലേ? അല്ല, അതാണ്. പക്ഷേ അതിലൊക്കെ നിതിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. ആണോ? ഞാൻ കണ്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നമുക്കെന്തുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചുകൂടാ? നിതിനെ കേട്ടില്ലേ, നമുക്ക് വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. ഞാൻ ഒരാളെ തരട്ടെ. രോഹിതാണോ? അല്ല, ഈ ഞാൻ തന്നെ. എങ്ങനെ? എന്തു പറയുന്നു? കേട്ടില്ലേ? ഞാൻ ചെയ്യടോ നായകനായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് എത്ര പേര് ചോദിച്ചു എന്നറിയോ? പക്ഷെ എന്നെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് ചെയ്യുന്നുള്ള വാശിയിലായിരുന്നു. പിന്നെ DIG കഥ പറഞ്ഞ് കഴിഞ്ഞതും ഞാൻ തീരുമാനിച്ചു, ഇതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഞാൻ അഡ്വാൻസ് ഇപ്പം തന്നെ അങ്ങ് തന്നേക്കാം. പിടിക്കടി ചേച്ചി, 2 lakhs ഉണ്ട്. ബാക്കി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം. അല്ല, അതെങ്ങനെ ശരിയാവും രാഹുൽ? ഞാനല്ലേ പടം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ എങ്ങനെ? CDIG, താൻ എന്നോടൊരു സിനിമ ചെയ്യാനുള്ള ഹെൽപ്പ് ചോദിച്ചു. ഞാൻ തനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നു. കൂടുതൽ നായകനെയും ഫ്രീ ആയിട്ട് തന്നു. ഇതിൽ കൂടുതൽ തനിക്ക് എന്ത് വേണം? ഒരു മിനിറ്റ്. നിതിൻ തോമസിനെ മീറ്റ് റെഡി ആയിക്കോ. കളിക്കാതെ വെച്ച് പോടാ. എടാ, ഗോഡ് പ്രോമിസ്, ഞാൻ നിതിൻ തോമസിനെ നേരിട്ട് കണ്ടായിരുന്നു. നമ്പർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എപ്പോൾ കാണാൻ പറ്റൂടാ? ഇതെങ്ങനെ? ഒന്നുമില്ല, നിന്റെ ടൈം ആയതാടാ. രാഹുൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് നീ തീരുമാനിച്ചാൽ മതിയോ? ഞാനൊരു സീൻ പറയാം, നീ ഒന്ന് അഭിനയിച്ച് കാണിക്ക്. Are you serious? Yes. रणबीर कपूर, आलिया भट्ट, अर्जुन कपूर, मलाइका अरोरा. കൊള്ളാലോ. വരുൺ ധവാൻ, നതാഷ ദലാൽ. ഇതെന്താ മാച്ച് ഫോളോയിങ്? അല്ലല്ല, ഇതാണ് ഇക്കൊല്ലം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള കല്യാണങ്ങൾ. അവിക്കട്ടാ, നമുക്കിതിൽ ഏത് കല്യാണം ആദ്യം നടത്തണം? തലയും ഇതിലെവിടെയാണ് തേങ്ങ വീണത്? മുഴയൊന്നും കാണുന്നില്ലല്ലോ. ഏത് തേങ്ങ? പേപ്പർ അടിച്ചേ, എനിക്ക് പണിയുണ്ട്. തമാശ വേറെ ആർക്കെങ്കിലും പോയി പറയും. ഈടാ, നീ എന്നെ ഒരു സഹോദരനായിട്ടാണോ അതൊരു മുതലാളിയായിട്ടാണോ കാണുന്നത്? അത് സഹോദലാളിയായിട്ടാണ്. എന്താ ചേട്ടാ കാര്യം? എനിക്ക് ചെറിയ കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് മടുത്തു പോയി. എനിക്ക് നല്ല കാശ് കിട്ടുന്ന വലിയ കല്യാണ വീഡിയോസ് എടുക്കണം. എന്നിട്ട് എനിക്ക് ബാങ്ക് ലോണൊക്കെ ഒന്ന് തീർക്കണം. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ കെട്ടിയാ മതിയാ? അപ്പൊ ആര് വന്ന് വീഡിയോ എടുക്കുന്ന നിന്റെ എന്നാ പോയി ചേട്ടൻ കെട്ട്. ഒരു ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് തന്നാണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ കെട്ടിയാലോ? പക്ഷെ ഒരു സിനിമ നടി വേണം. അമ്മ സമ്മതിക്കും. ഹലോ. പക്ഷെ അമ്മാവൻ അവി കോൺഫറൻസ് ആണ്. മീനും ഉണ്ട്. സാമ വേഗം പറ, ഞങ്ങളൊരു പ്രശ്നത്തിന്റെ ഇടയിലാണ്. ഗൈസ്, ഞെട്ടരുത്. എന്താടാ? DIG നാളെ നിതിനെ കാണുന്നു. ഒരു 5 മിനിറ്റ് സെറ്റായതേ ഉള്ളൂ. അതെ, നിതിൻ്റെ കലൂരിലുള്ള ഫ്ലാറ്റ് വെച്ച മീറ്റിംഗ്. ഫുൾ സ്റ്റോറി ആക്കാന്ന് നിതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് സെറ്റായതാ. ഇനിയിപ്പോൾ ടൈമും കൂടെ സെറ്റായാൽ മതി. ഇന്നത്തെ ചെലവ് DIGയുടെ വക. അല്ല, ഇന്നത്തെ ചെലവ് എന്റെ വക. നോ, ഇന്നത്തെ ചെലവ് എന്റെ ലക്കിയുടെ വകയാണ്. അതെന്തിനാ? ഹലോ, വിഷമിച്ചിരിക്കുന്ന മധ്യവയസ്ക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? എന്താ? നിങ്ങൾക്ക് കെട്ടിക്കണോ? അല്ല, എനിക്ക് പക്ഷെ അതല്ല, നിങ്ങൾക്ക് നിതിൻ തോമസിനെ കെട്ടിക്കണോ? കെട്ടിക്കണം. ഇന്ന് തന്നെ കെട്ടിക്കാൻ പറ്റുമോ? എപ്പാ നിങ്ങൾ പറയുന്നത് കെട്ടിച്ചിരിക്കും. നാളെ ഞാൻ നിതിൻ തോമസിനെ പോയി കാണാൻ പോകുന്നു. കണ്ടു കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞ കാര്യം നിതിൻ തോമസിന്റെ അഫയർ ഉണ്ടാവും. പ്രാർത്ഥിച്ചോ? ഒരു അവിഹിതം ഉണ്ടാവണേ. മനുഷ്യ, അവിഹിതമല്ല, അഫയർ. എന്നിട്ട്
എന്നിട്ട് ചിരിച്ചിട്ട് എന്റെ കൺട്രോൾ പോയി. അതായത് അവൻ അഭിനയിക്കാൻ അറിയില്ലാന്ന് അവനെന്നെ മനസ്സിലായി. എന്നിട്ട് അഭിനയം പഠിക്കാൻ ഇപ്പൊ മിക്കവാറും മുംബൈക്ക് പോയി കാണും. അല്ല എന്നെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നേ ഏത് ഈ DIG. അവന് നീ ആരാന്ന് അറിയില്ലല്ലോടാ. ആ അതാണ്. അതാണ് നിതിൻ തോമസിനൂടെ സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിയും ഈ DIG ആരാണെന്ന്. അതെ. അത് കറക്റ്റാണ്. എടാ നീ ആ ചെക്ക് എന്ത് ചെയ്ത്? ചെക്കവൻ തന്നില്ലല്ലോ. ഇനി കുറച്ച് ചൂടെണ്ണ വെച്ചിട്ട് മസാജ് ചെയ്യട്ടെ. അത് പിന്നെ മതി. പറ്റാണെങ്കിൽ അങ്ങേറെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം. അത് മതിയല്ലേ. ആദ്യം ഈ ഒട്ടകത്തിന് ടെൻറ്റ് കയറാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ഒട്ടകങ്ങളൊക്കെ ടെൻറ്റ് കയറാൻ ശ്രമിക്കാം. അത് മതി അല്ലേ? അല്ലേ നിങ്ങളുടെയൊക്കെ പതിവില്ലാത്ത സ്നേഹം കാണുമ്പോഴേ എനിക്ക് നാളെ തന്നെ സിനിമ ചെയ്യാൻ തോന്നുന്നു. അയ്യോ അയ്യോ നിതിനാട്ടോ നിതിന. എടുക്കടാ. അയ്യോ അയ്യോ ഇനി എൻ്റെ തല. നിന്റെ തല അവിടെ ഇരുന്നോട്ടാ. എന്താവും? ഓക്കെ 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 ഓക്കെ. എടാ നാളെ വൈകുന്നേരം 4 മണിക്ക് കാണാന്നാ പറയുന്നത്. നിനക്ക് നല്ല ഒരു ഉഷാറില്ലാത്തത്. അതല്ലടാ എന്തൊരു ടെൻഷൻ പോലെ. എനിക്ക് ആദ്യമായിട്ടാ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ആകാംക്ഷ തോന്നുന്നത്. അളിയാ നീ ഒട്ടും പേടിക്കണ്ട, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ ഒരു സപ്പോർട്ടിന് വേണ്ടി. ഇതാ വീട് ഐഡിയ ആട്ടാ അവന്റെ വെഡിങ് വർക്ക് പിടിക്കാൻ വേണ്ടി. എന്നാ സാമും വരും ഒരു സപ്പോർട്ടിന്. ഞാൻ എന്തിനാ പോണത്? കാര്യണ്ട് പറയാ. അല്ല അങ്ങനെ എല്ലാരും കൂടെ വരണമെന്നൊന്നുമില്ല. അല്ല ആൾക്കാർ കൂടുതലുള്ളത് നല്ലതാ. ആ അയ്യോ നിനക്ക് ജലദോഷം പിടിക്കും, പോയി കുളിക്ക്. പോയിക്കോളി. ചെല്ല്. ചെല്ല്. നീരിറങ്ങും കുട്ടിയുടെ. എടാ തുമ്മല് മാറാൻ ഒരു നല്ല ഐഡിയ ഉണ്ട്. ഇനി തുമ്മാൻ വരുമ്പോ ഇങ്ങനെ മൂക്കൊന്ന് പൊത്തി പിടിച്ചാൽ മതി, പിന്നെ തുമ്മൂല. എന്നിട്ടാണ് എന്റെ തല പൊട്ടി തെറിയാനോ? ചേച്ചി തുമ്മല് വരുമ്പോ ആക്ച്വലി തുമ്മലിനെ പറ്റി ആലോചിക്കാണ്ടിരുന്ന മതി, അപ്പൊ തുമ്മല് മറന്നു പോവും. ഇതിന്റെ കണ്ണിനെ കുത്തുവെച്ച് തരട്ടാ. അപ്പൊ മറന്നു പോവോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വെറുതെ ഇന്നലെ എണ്ണയൊക്കെ ഇട്ട് തലയൊക്കെ മസാജ് ചെയ്തിട്ട് ഞാനാണോ മസാജ് ചെയ്ത്? എടാ ഒരു ടവലിട്. ആ ഇപ്പോൾ എല്ലാവരും കൂടെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കില്ലേ? ഏതായി ദാ, ഈ ആവി അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ എല്ലാം മാറും. ശരിക്കും മാറും. കുറച്ച് കുരുമുളക് കിട്ടോ? കാണില്ല. എടാ എവിടാ? എടാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെയാണ് തോന്നടാ, കുഴപ്പമില്ല. എന്തടാ ഡി നിക്ക് ഞാൻ ഇപ്പൊ വരാം. മീനു മീനു അലർജിയുടെ ഗുളിക എവിടെ ഇരിക്കണേ? എന്റെ ഇല്ല, നീ അവരോട് പോണ വഴിക്ക് വാങ്ങിക്കാൻ പറ. ആ ബെസ്റ്റ്. അവ ഈ പോണ വഴിക്ക് വണ്ടി നിർത്തിയിട്ട് സാധനം വാങ്ങാൻ അവന്റെ അന്ധവിശ്വാസം സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടാ? അതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാ? ഇല്ലടി. ഇവിടെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ കിട്ടി കിട്ടി. ദേ മീനു ഇത് അലർജിയുടെ അല്ലേ? അതെ. ആ എടാ ലക്കി നീ ഇവിടെ എന്തെടുക്കാ? ഞങ്ങൾ ഇറങ്ങുവാണ്. എത്തി എത്തി. ദാ ഗുളിക ഇത് കഴിച്ചോ? എന്താണ്? അലർജിയുടെയാ. എടാ അപ്പൊ നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ തന്നെ. ആ വണ്ടി വന്നു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സക്സസ് ആയാൽ മതിയായിരുന്നു അല്ലേ? ശരിക്കും. അവി എന്ത് ചെയ്യുന്നു? ക്യാമറമാൻ ആണ്, ഡയറക്ഷനും ഉണ്ട്, പിന്നെ ആക്ട്സ് ആണ് ബേസിക്കലി. ഓക്കെ നൈസ്. ഇദ്ദേഹത്തോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, ആരും മറക്കാത്തൊരു ഇൻട്രോ ആണ് തോന്നുന്നു. അതെ അതെ. നമുക്ക് തുടങ്ങിയാലോ? ലേറ്റ് ആക്കണ്ട. ആ തുടങ്ങിയോ? അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അപ്പോൾ മറ്റേ കാര്യം പറയട്ടെ. അല്ല ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. അന്ന് അങ്ങോട്ടിരിക്കാം, അവൻ അതിനുള്ള സ്ഥലം ഉണ്ടാവല്ലോ അല്ലേ? പിന്നെ നിങ്ങളോ? ആ ഇത് ഏതായി ടീം? നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്, പെട്ടെന്ന് വന്ന പരിപാടിയാണ്. അതുകൊണ്ട് അവർക്ക് ഈ നല്ലൊരു ഗസ്റ്റിനെയും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതാ പറ്റിയത്. അല്ല നിതിൻ ഇതുപോലുള്ള ഇനാഗുറേഷൻ പരിപാടിയൊക്കെ പോകാറുണ്ടോ? പിന്നെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ചായി ഈ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്.
ഓക്കെ. അല്ല അത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഡേറ്റ് എന്നത്തേക്കാ? അടുത്ത ട്യൂസ്ഡേ. ഒരു പേയ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ആ പക്കയായിരിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവനോട് സംസാരിച്ചോളാം. 1 മണിക്കൂറത്തെ പരിപാടിയല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ. ബ്രോ വാഷ്റൂം എവിടെ? നമ്മുടെ റൂം യൂസ് ചെയ്തോ, 316. ഓക്കെ. ഞാൻ അവരോടൊന്ന് കൺഫേം പറഞ്ഞോട്ടെ. പറഞ്ഞോ കുഴപ്പമില്ല. ഞാൻ എന്തായാലും വരുമ്പോളെ. എക്സ്ക്യൂസ് മീ. എന്നിട്ട് അങ്ങനെ പറ. ബ്രോ, നമ്മളെവിടെ വെച്ചാൽ കണ്ടിട്ടില്ലേ ബ്രോ? ആണോ? ബ്രോ മറ്റേ വീഡിയോ എടുക്കുന്ന സ്കീമല്ലേ? അതെ. പപ്പടി കിട്ടി നമ്മുടെ ഫോട്ടോ വെച്ചില്ലേ ഗിറ്റാർ വായിക്കുന്ന സ്റ്റീഫന്റെ വെഡിങ് ബ്രോ അല്ലേ എടുത്തേ? അതെ. എന്താണ് ബ്രോ, ഞാനല്ലേ അന്ന് രാവിലെ വന്ന് ബ്രോയും ഫ്രണ്ട്സിനെ പിക്ക് ചെയ്ത്. ബ്രോ പിക്ക് ചെയ്ത ബ്രോ? ആ ബ്രോ ഞാൻ ഇപ്പഴാണ് മറന്നുപോയോ? ബ്രോയുടെ ഫ്രണ്ടാ കഥ പറയുന്നേ? പിന്നെ നമ്മുടെ ചങ്കല്ലേ? അടിപൊളി കൊടുകൈ. ബ്രോ ഇത്ര വലിയ സെറ്റപ്പ് ആണെന്ന് അന്ന് കണ്ടപ്പോ പറഞ്ഞില്ലല്ലോ. കൂട്ടുകാരെ സൂപ്പർ സ്റ്റാർ ആണ്, നമ്മളായിട്ട് പറഞ്ഞു നടക്കാറില്ല. ഓ പിന്നെ അപ്പൊ നേരത്തെ ആരായിരുന്നു ഫോണില്? അവരോടൊക്കെ പറയില്ലേ? അത് ചിലരോടൊക്കെ പറയും. അതിന്റെ ഇടയിൽ കൂടി നൈസ് പരിപാടിയാണല്ലേ. പിന്നെ അന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോഴും ഒരു ചിക്കനായിട്ട് കോളിലുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇപ്പൊ എന്തായി? അവള് പോയി ബ്രോ. എന്തുറ്റി? അവക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന പയ്യനെ മതി. ബ്രോയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? വാട്ട് ആർ യു ആസ്കിംഗ് ബ്രോ? ബ്രോ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കൊച്ചി. പിന്നെ അല്ല, പക്ഷെ അവർക്ക് അത്ര ഇംഗ്ലീഷ് പോരാ. പോയി പണി നോക്കാൻ പറഞ്ഞു. പിന്നെ പോയി പണി നോക്കാൻ പറ. ഓട്ടോള്. ബ്രോ നിതിന്റെ കാര്യം എന്തായി? നിതിന്റെ എന്ത് കാര്യം? നിതിന്റെ അഫയർ. അത് ബ്രോയ്ക്ക് എങ്ങനെ അറിയാം? ബ്രോ മറ്റേ കാറിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോ ബ്രോയിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. യോ അത് ബ്രോ ഒരാള് പോലും ഈ സംഭവം അറിയരുത്. ഞാൻ പറയോ ബ്രോ? ബ്രോ അതെന്താന്ന് വെച്ചാലേ സംഭവം സീരിയസ് ആയിട്ട് നമ്മൾ ഇച്ചിരി രഹസ്യമായിട്ട് വെച്ചേ. അതാർക്കും അറിയത്തില്ല, മീഡിയയിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാ. ഡി ലക്കി, ഇത് എക്സ്പയർ കഴിഞ്ഞ ടാബ്ലറ്റാ. ഇത് കഴിച്ചിട്ടല്ലേ DAG പോയിക്കണേ? ഈ എക്സ്പയർ കഴിഞ്ഞ ടാബ്ലറ്റ് കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? ഏയ് പറ്റുമോ? സാമിന്റെ മെസ്സേജാ, ഫംഗ്ഷന് വരാൻ നിതിൻ ഓക്കെയാണ്, ചെലവ് ചെയ്യാൻ റെഡി ആയിക്കോ. ഇനി ഡിയാജിയുടെ കാര്യം കൂടി നോക്കിയാൽ മതിയിരുന്നു അല്ലേ? ശരിക്കും താഴെ വീണ് കിടക്കുന്ന അരിയെ ആളുകളൊക്കെ ഓടി വന്ന് ചവിട്ടാണ്. അതിലൊരാളൊരു വലിയ വടി വെച്ച് അരിനെ അടിക്കുന്നുണ്ട്. ആ അടിയുടെ ശബ്ദം നമുക്ക് വ്യക്തമായി കേൾക്കാം. സോറി, ഇടയ്ക്ക് ഞാൻ എഫക്ട്സ് ഒക്കെ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല, ബാക്കി പറഞ്ഞോളൂ. ഗുഡ്. അപ്പോൾ അയാളെ ഇങ്ങനെ ചവിട്ടി താഴെ ഇട്ടിട്ട് ഒരുവിധം എഴുന്നേറ്റ് ഓടി 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 ഒരു പച്ച സോഡ കുപ്പി എടുത്ത് അയാളുടെ തലക്കിങ്ങനെ അടിക്കണം. മനസ്സിലായി? മനസ്സിലായി. നമുക്കൊരു ബ്രേക്ക് എടുക്കണോ? നല്ല ഇൻവോൾവ് ആയിട്ട് വരികയാണ്. നല്ല ഇൻവോൾവ് ആയിട്ട്. ഉറപ്പാണോ? സത്യം പറഞ്ഞോ. അടികൊണ്ട് വീണ് കിടക്കുന്ന അയാളുടെ ഫോൺ തെറിച്ച് പുറകോട്ട് പോകുമ്പോൾ ഇങ്ങനെ റിങ് ചെയ്യാണ്, മണി അടിക്കുകയാണെന്ന് പറയുന്നത്. അതിൽ നോക്കുമ്പോൾ നിതിൻ തോമസിൻ്റെ അല്ല രാംദാസിൻ്റെ പേരാണ് കാണും. അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാകുന്നത് രാംദാസ് കാമുകിയുടെ അച്ഛനാണ്. ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഫോൺ തുറയിലൊരു ചവിട്ടി 5 ഔട്ടാണ്. അടുത്ത പോയിന്റ്. എന്നിട്ടും കലി തീരാതെ ആ ഫോണെടുത്ത് ദൂരെ എറിയാണ്. നൈസല്ലേ? DIG The end.
മച്ചാനെ ആ ലൊക്കേഷൻ ഷിഫ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടി പോയ പോരെ? ആ നെക്സ്റ്റ് സീൻ എവിടെയാണ്? മെറിഡിയനിലാണ്. ആ പിന്നെ ആ ബാക്ക് നോക്കണം. കഴിഞ്ഞ ആഴ്ച മാനേജേഴ്സ് പിള്ളേരില്ലേ ആ ഇവന്റിന് പോയില്ല നമ്മള്. ആ അവര് പുറത്തൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വിളിച്ചിരുന്നാ? അയ്യോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരടുത്ത് കയറി വരാൻ പറഞ്ഞു. ഫോൺ സൈലന്റ് ആയിരുന്നു. ഓക്കെ അതെ കേറിക്കോട്ടാ. ഓക്കെ. അതുകൊണ്ട് അവന്റെ കിളി പോയത്. അല്ലെങ്കിൽ നല്ല കിളിയുള്ള പയ്യനാ ഞങ്ങളുടെ ഡി ഐ അല്ല ഞാനും വിചാരിച്ചെന്നേ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അതുവരെ നല്ല ഫ്ലോയിൽ കഥ പറഞ്ഞിരുന്ന ആളാണ്. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കും ഡൗട്ട് തോന്നിയായിരുന്നു. എന്നിട്ട് പുള്ളി എന്ത്, ഞാൻ വിചാരിച്ചു പുള്ളി കാണാൻ വരുമെന്ന് വിചാരിച്ചത്. അന്ന് ഫോൺ വലിച്ചെറിഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ആക്ച്വലി നിതിനെ വന്ന് കണ്ട് വിവരങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന്. പക്ഷെ അവൻ വരില്ല. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. DIG ആയിട്ട് വന്ന് കാണലുണ്ടാവില്ല. ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിതിൻ ഇതൊന്ന് വായിക്കണം. ഇത് കൊള്ളാലോ. ഇനി എന്നിട്ട് അയാൾ നാളെ വന്നിട്ട് പറയണം അയാളുടെ സമ്മതം ഇല്ലാതെ സ്ക്രിപ്റ്റ് എന്തിനാ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഉത്തരവില്ല. നിങ്ങളിത് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ടോ. സോറി. അതെ നിങ്ങൾക്ക് ഈ എന്തായാലും ഒരു DIG അല്ലേ, DIGനെ എത്ര നാളായിട്ട് അറിയാം? കുറെ നാളായിട്ടറിയാം. വേറൊന്നല്ല, ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നാളെ ഇനി അയാൾ പോയി തിരക്കഥ മോഷണം പോയി എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണിയാവും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, അതുകൊണ്ടാണ്. അതെ, ഇത് വായിക്കാൻ ആകെ 3 മണിക്കൂർ മതി. ആ 3 മണിക്കൂറിന്റെ ഉള്ളിൽ DIGയുടെ പോയ കളി തിരിച്ചു വന്നിട്ട് നിതിനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ അത് നിതിന്റെ വിദ്യാന്ന് വിചാരിച്ചാൽ മതി. നിങ്ങക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ അസുഖം ഉണ്ടെന്ന് തോന്നണല്ലേ? ഞാൻ പൊതുവേ സ്ക്രിപ്റ്റ് വായിക്കാൻ ഇച്ചിരി മടിയാണ്. അതിന് പറ്റിയൊരു സമയവും സാഹചര്യമൊക്കെ ഒത്തു വരണം. ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു തീർക്കാനായിട്ട് നോക്കാം. എന്തായാലും ശ്രമിക്കാം. ശരി സാർ, താങ്ക് യു സാർ. താങ്ക് യു. ഞാനൊന്ന് വായിച്ചിട്ട് എന്തായാലും അറിയിക്കാം. ഓക്കെ ശരി. ഒരു സെൽഫി എടുക്കട്ടെ. താങ്ക് യു. ഓക്കെ ശരി. താങ്ക് യു. എന്താണോ സോറി സർ, ഒന്നും വിചാരിക്കരുത്. ഇതെപ്പോ തീരും? ഒരു ചെറിയ മീറ്റിംഗ് ആടാ, പെട്ടെന്ന് കഴിയും. പിന്നെന്തിനാണ് എന്നെ വിളിച്ചോണ്ടോന്ന്? നീ അവിടെ വെറുതെ ഇരിപ്പല്ലേ? ഇവിടെ ആകുമ്പോൾ കുറച്ച് മനുഷ്യന്മാരെ കാണാം, പറ്റിയ കുറച്ച് പെമ്പിളേരെ കാണാം. ആടാ. അയ്യോ, ഞാൻ വണ്ടിയുടെ താക്കോലെടുത്തില്ല, നീ ഇരിക്കും. എന്താ DIG വാടോ ഇരിക്കും. ഇതെവിടെ ഇരുന്നോ? സോറി. സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ അകത്ത് കയറിയല്ലോ. നിക്ക് ഇപ്പൊ പോണ്ട. നിതിൻ സിനിമ ചെയ്യാന്ന് പറഞ്ഞ് കഴിയുമ്പോ വേണം നമുക്ക് മാസ് എൻട്രി കൊടുക്കാൻ. മരണ മാസം എൻട്രി. ഓക്കെ. അതുകൊണ്ട് തന്നോട് ചോദിക്കാതെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവരിങ്ങനൊന്നും ചെയ്യുന്ന വിചാരിച്ചില്ല, അതാണ്. എടോ ഞാൻ ഫുള്ള് വായിച്ചു. ഇതിൽ നല്ലൊരു സിനിമയുണ്ട്. താങ്ക്സ്. വേറൊരു ലവ് സ്റ്റോറി മാത്രമല്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, ഇതൊരു ന്യൂ ഫേസിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെ ദീപു ചെയ്യണം. എടോ ഞാനെന്തെങ്കിലും പറഞ്ഞ് തടിയൂരാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എടോ ഓരോ സിനിമയ്ക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഉണ്ട്. ഇതൊരു ഫ്രഷ് കാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം പടം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എനിക്ക് പറ്റുന്ന നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ ധൈര്യമായിട്ട് പോരെ, ഞാൻ കേൾക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഡേറ്റും തരാം. എന്തുപറ്റി? അല്ല, ഞാൻ പെട്ടെന്നെല്ലാം ശരിയാൻ പോകണമെന്ന് വിചാരിച്ചു. ഇനിയും ടൈം എടുക്കുമല്ലേ? അല്ല ഓക്കെ. എടോ നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ലത് സംഭവിക്കുമ്പോൾ അയാളുടെ ബെസ്റ്റ് ടൈമാണെന്ന് പറയില്ലേ? എന്താ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ബെസ്റ്റ് ടൈമാണ്. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ ഒരു പ്രായത്തിൽ ജോലി തന്നെയാണ് പ്രധാനം. പക്ഷെ അതുപോലെ തന്നെയാണ് പ്രായവും. ഈ പ്രായവും സമയമൊന്നും ഇനി തിരിച്ചിട്ടില്ല. താൻ എന്തായാലും സിനിമ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിനിടയിൽ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് മിസ് ചെയ്യരുത്. എന്താ ചിരിക്കണേ? അല്ല, ഇതിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല തത്വം പറഞ്ഞേനെന്ന്
ആലോചിച്ചിട്ട് ചിരിച്ചാ. ശരിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട്, കാശും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു റോബോട്ടിനെ പോലെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണല്ലോ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് പഴയതുപോലെ ഇരിക്കാൻ പറ്റില്ല. അടുത്ത വർക്കായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള പേടി എനിക്കുണ്ട്. ഈ ഓട്ടോന് ലൈഫ് ഫുള്ള് ഓടേണ്ടി വരും. പക്ഷേ ഈ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിലാണ് തന്നോടൊക്കെ എനിക്ക് ഭയങ്കര അസൂയ. എടാ, ഇത്രയും തിരക്കുള്ള എന്നെ താൻ വരാൻ വേണ്ടി അരമണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ച ടീംസാണ് തൻ്റെ ഫ്രണ്ട്സ്. എടാ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് തൻ്റെ ലൈഫ് നല്ലതാണോ അല്ലെന്ന് മനസ്സിലാക്കാനായിട്ട്? അല്ല അപ്പൊ അവി എടാ, ഒരു രക്ഷയില്ലാത്ത ടീംസാണ് തൻ്റെ ഫ്രണ്ട്സ്. തനിക്ക് വേണ്ടി എന്തും ചെയ്യും, നല്ല സപ്പോർട്ടായിരിക്കും. എനിക്ക് വരെ അത് ഉറപ്പായി. എടോ, സിനിമയൊക്കെ വരും, അപ്പോൾ താൻ ചെയ്യും, ടെൻഷനൊന്നും വേണ്ട. പക്ഷെ ആഗ്രഹം അതെപ്പോഴും വേണം. അതാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് പിടിച്ചോളൂ, നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക്സ്. ശരി.